അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവരുമായി സംസാരിച്ചു. നബിയുടെ ആത്യന്തികമായ ലക്ഷ്യം, അതായത് നബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ നിർമ്മിക്കുവാനാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കുന്ന, ദൂതന്മാർ മുഖേന അള്ളാഹു നൽകിയ റിസാലത്തിന് വിധേയരായി ജീവിക്കുന്ന ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഓരോ അഖബ ഉടമ്പടിയിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൂടെ ഇസ്ലാമികമായ മൂല്യങ്ങൾ തങ്ങൾ സ്വീകരിക്കാമെന്ന പ്രതിജ്ഞയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആത്യന്തികമായി ഈ അഖബ ഉടമ്പടികളുടെയൊക്കെ സാരാംശം അതുതന്നെയാണ്. ഈ രണ്ടാമത്തെ ഉടമ്പടിയിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുതന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഒന്നാം അഖബ ഉടമ്പടിയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടായിരുന്നു. അതിൽ ജിഹാദിനെ സംബന്ധിച്ചുള്ള പരാമർശം വന്നു എന്നതാണ് ഒരു പ്രത്യേകത. അത് കേവലം ഒരു കുഴപ്പമുണ്ടാക്കാനോ ജനങ്ങളെയൊക്കെ വാശിക്കാരാക്കി മാറ്റുവാനോ അവരിൽ ഭീകരവാദം അല്ലെങ്കിൽ ഭീകരവാദ ചിന്ത തുടങ്ങിയവ ഉണ്ടാക്കാനോ ഒന്നുമല്ല. മറിച്ച് ഒരാശയം അത് സത്യസന്ധമായ ആശയമാകുമ്പോൾ അതിനെതിരെ പല കരങ്ങളും നീണ്ടുവരും എന്നത് സ്വാഭാവികമാണ്, ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടി വരും. പ്രതിരോധിക്കാതിരുന്നാൽ അത് മേൽക്കൈ നേടും. നന്മയെയും സത്യത്തെയും ധർമ്മത്തെയുമെല്ലാം അത് വളരാൻ അനുവദിക്കാതെ തടഞ്ഞ് നിർത്തുകയും ചെയ്യും. ഇതുണ്ടാകാൻ പാടില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ഇസങ്ങളുടെയും എല്ലാ ചിന്താസരണികളുടെയും ഒപ്പം അത്തരത്തിലുള്ള പ്രതിരോധം എന്ന ചിന്ത ഉണ്ടാവാറുണ്ട്. ഇസ്ലാമിലും അതുണ്ട്. ഇസ്ലാമിലെ ആ ചിന്തയെയാണ് മൊത്തത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ജിഹാദ് ആരംഭിക്കുന്നത് ഒരു വ്യക്തി തന്നോട് തന്നെ ചെയ്യുന്ന സമരത്തിൽ നിന്നാണ്. പിന്നെ അത് തൻ്റെ ആശയത്തെ പ്രബോധനം ചെയ്യുവാൻ ആവശ്യമായ സാഹചര്യം ഒരുങ്ങാനുള്ള ഒരു മാനദണ്ഡമായി മാറുകയും ചെയ്യുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാം അഖബ ഉടമ്പടിയിൽ, ഒന്നാമത്തെ അഖബ ഉടമ്പടിയിൽ അത് പറഞ്ഞിരുന്നില്ല, പക്ഷേ രണ്ടാം അഖബ ഉടമ്പടിയിൽ അത് കൃത്യമായി പറയുകയും ചെയ്തു. പ്രധാനമായും നമ്മൾ 5 കാര്യങ്ങളാണ് നബി അന്ന് പ്രതിജ്ഞ ചെയ്തതായി കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് അസ്സമഉ വത്തഅ, അനുസരണ. ഈ മതം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് പ്രവാചകനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധികളായ മനുഷ്യന്മാർക്കിടയിൽ പ്രവർത്തിക്കുന്നതും വളരുന്നതും. അതുകൊണ്ട് തന്നെ അനുസരണ, വിധേയത്വം, അത് ഈ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് സാമ്പത്തികമായി വ്യയം ചെയ്യേണ്ടി വന്നാൽ, പ്രയാസമാണെങ്കിലും അല്ലെങ്കിലും, സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനുള്ള സന്നദ്ധത വിശ്വാസികൾക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തേത് അതായിരുന്നു. മൂന്നാമത്തേത് നല്ല കാര്യങ്ങൾ നല്ല നിലയിൽ ശാസ്ത്രീയമായി എല്ലാവരോടും പറയുക, പ്രചരിപ്പിക്കുക. അത് ഇസ്ലാമിൻ്റെ വലിയൊരു താല്പര്യമാണ്. ലോകത്തിന് മുഴുവനും നന്മയുണ്ടാവണം എന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. നാലാമതായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനെ, അതായത് ത്യാഗത്തിന് സന്നദ്ധരായിരിക്കുക എന്നതാണ്. പിന്നെ 5-മത്തെ ഒരു കാര്യം, അതിലൂടെ വരാനിരിക്കുന്ന സംഭവങ്ങളിലേക്ക് നബി വളരെ കൃത്യമായ ഒരു സൂചനയും നൽകുന്നുണ്ട്. അതായത് പ്രവാചകനും പ്രവാചകൻ്റെ ആശയവും പ്രവാചകൻ്റെ അനുയായികളും നിങ്ങളടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യമാരെയും എന്തിൽ നിന്നെല്ലാം എவ்விധമെല്ലാം സംരക്ഷിക്കുമോ അങ്ങനെയെല്ലാം സംരക്ഷിക്കാൻ തയ്യാറാവണം എന്നതുമായിരുന്നു.
ഈ 5 കാര്യങ്ങളായിരുന്നു പ്രധാനമായും അവിടെ മഹാനായ നബിയോട് അവർ സന്ധി ചെയ്തത്. സർവാത്മന 100% നല്ല മനസ്സോടെ നിറമനസ്സോടുകൂടി അവരതിന് തയ്യാറാവുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നബി ഒരു ചുവട് കൂടി മുന്നോട്ട് പോയി. ഇനി ഒരുപാട് അഖബകൾ ഉണ്ടാകുന്നില്ല, മറിച്ച് ഇനി മദീനയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാനമായി ചെയ്ത വാക്ക്, പ്രതിജ്ഞ, പ്രത്യേകിച്ചും നബിയെയും അനുയായികളെയും ആദർശത്തെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന ഈ വാക്ക്, അതൊരു നല്ല ഉറപ്പുള്ള വാക്കായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രധാനികളായ കുറച്ച് ആൾക്കാരെ ഈ വാക്കിൻ്റെ ഉത്തരവാദികളായി, അവരെ നുഖബാ എന്നാണ് പറയുന്നത്, ഇതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാരായി വേണം എന്ന് പറഞ്ഞു. ആ അർത്ഥത്തിൽ അവർ 12 പ്രധാനികൾ, അവരിൽ 9 പേരും ഖസ്റജുകളായിരുന്നു, ബാക്കിയുള്ള 3 പേർ ഔസുകളും. അങ്ങനെ 12 പ്രധാനികൾ ഞങ്ങളതിൻ്റെ ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.